കുഴപ്പമില്ല, എൻ്റർടൈൻമെൻ്റാണ്, കണ്ടിരിക്കാൻ കുഴപ്പമില്ല. എടുത്തു പറയാൻ ഉർവശി തന്നെയാണ്. മെസ്സേജ് എന്ന് പറയാൻ അങ്ങനെ തോന്നിയില്ല, എങ്കിലും കുഴപ്പമില്ല. നമുക്ക് എൻ്റർടൈൻമെൻറ്റിന് ബെസ്റ്റ്. ഓക്കെ, ആ ഓക്കെ, ഉർവശി ബെസ്റ്റ്. സ്റ്റാർട്ടിങ്ങിൽ ലൈറ്റ്ലി ഉണ്ടായിരുന്നെങ്കിൽ അവർ ഇനി കുറച്ചുകൂടെ വിജയിച്ചാണ്. എൻഡിങ് വന്നപ്പോൾ നമ്മൾ കുറച്ച് പെട്ടെന്ന് നിന്ന് ആ ഒരു എൻഡിങ് കുറച്ചുകൂടെ പ്രതീക്ഷിച്ചു. എൻഡിങ് വന്നപ്പോൾ അത്രയും ഓവറോൾ ഓക്കെ. ഓക്കെ ജനറലി ഓക്കെ. മെസ്സേജ് ആ ഒരു മെസ്സേജ്, ഫിലിമിൻ്റെ ഒരു മെസ്സേജ് തന്നെയാണ്. കാരണം ഈ പിക്ചർ വന്നിട്ട് ഇപ്പം പ്രസൻ്റിൽ ഇപ്പം നടക്കുന്ന ഒരു സ്റ്റോറിയാണ്. പക്ഷേ കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്തിരുന്നെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ വിജയിച്ചാൽ. ഒരു ചെറിയൊരു പ്രൊഡക്ഷൻ വാല്യൂ ഉള്ളൊരു സിനിമ, അധികം എടുത്ത് പറയത്തൊക്കെ ഉള്ള ഒരു ഇതില്ല. പിന്നെ ഉർവശി ഉള്ളതുകൊണ്ട് ഒന്ന് സിനിമ കണ്ടു. ഫസ്റ്റ് ഹാഫ് അധികം പോരായിരുന്നു, സെക്കൻഡ് ഹാഫ് ഇച്ചിരിയെങ്കിലും ഫസ്റ്റ് ഹാഫിനായിട്ടും ഭേദമായിരുന്നു. പറഞ്ഞ പോലെ ഒരു വളരെ ചെറിയൊരു പ്രൊഡക്ഷൻ വാല്യൂ ഉള്ള സിനിമ, ഇങ്ങനെ എടുത്ത് പറയത്തൊക്കെ ഉള്ള ഒന്നും. അല്ല, അതേ പറഞ്ഞു, ഉർവശി എന്ന് പറഞ്ഞ ആക്ടറിനെ കാണാൻ വേണ്ടി മാത്രം വന്നതാണ്. അവരും കംപ്ലീറ്റ്ലി എങ്കിലും യൂട്ടിലൈസ് ചെയ്തിട്ടില്ല. അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് മാക്സിമം അവർ സിനിമയിൽ ചെയ്തിട്ടുണ്ട്. മെസ്സേജ് എസ് സച്ച് പൊളിറ്റിക്സ് തന്നെയാണ്. ഇതുപോലത്തെ ഒരു സിനിമ നേരത്തെയും ചെയ്തിട്ടുണ്ട്, എനിക്ക് സിനിമയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല. അവരിങ്ങനെ ഒരു ഹൗസ് ഹോൾഡിൽ നിൽക്കുന്ന ഒരു കോമൺ സ്ത്രീ ഒരു പൊളിറ്റിക്സിലേക്ക് വരുന്നു, അതെങ്ങനെ ഒരു മാറ്റം വരുത്താൻ നോക്കുന്നു എന്നുള്ള രീതിയിൽ. ഞാൻ പറഞ്ഞ പോലെ വളരെ ഒരു ചെറിയൊരു പ്രൊഡക്ഷൻ വാല്യൂ ഉള്ള ഒരു സിനിമ. വൺ ടൈം വാച്ചാണ്, കുഴപ്പമില്ല, കണ്ടുകൊണ്ടിരിക്കുക, അത്ര തന്നെ. അങ്ങനെ വേറെ ഉള്ളൊന്നും പ്രതീക്ഷിച്ചൊന്നും പറഞ്ഞു.